ഇന്നങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ മൊത്തം 10,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടണമെന്ന്. മുടി വെട്ടിയതിൻ്റെ കൂടെ താടിയും മീശയും കൂടെ അങ്ങ് ട്രിം ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഓട്ടോയും കൊണ്ട് ഞാനൊരു ഓട്ടം പോകാനായിട്ട് വന്നതാണേ. വണ്ടി എടുത്തിട്ട് റോഡിന്റെ വെളിയിലോട്ട് ഇട്ടിട്ട് അവര് റെഡിയാവുന്നിടം വരെ വെയിറ്റ് ചെയ്തു. വണ്ടി എടുത്ത് അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിൽ കയറാനായിട്ടും ബാങ്കിൽ കയറാനായിട്ടും അങ്ങനെ ഒരിടത്ത് വണ്ടി നിർത്തി. അങ്ങനെ അവർ പോയ സമയത്ത് അവരെ വെയിറ്റ് ചെയ്ത് ഞാൻ വീണ്ടും വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തു. പിന്നീട് പൊൻകുന്നത്തുനിന്ന് പാലയിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഗാർഡനിലൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ആണെങ്കിൽ 3 ചെടി മേടിക്കുമ്പോൾ 2 എണ്ണം ഫ്രീ എന്ന് പറയുന്ന ഓഫറൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണേ. ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ കുറേ ചെടികൾ പിക്കപ്പിന് കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ചെടിയൊക്കെ അവർ മേടിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിക്കകത്ത് തന്നെ അങ്ങിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഏകദേശം ഉച്ചയാവാറായി. നല്ല വിശപ്പ്. അതുകൊണ്ട് നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മോരും സാമ്പാറും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അധികം സമയമായില്ല. പക്ഷേ ഇപ്പോഴത്തെ ചൂടാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഓരോ ജ്യൂസും കൂടെ കുടിച്ചു. ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെത്തി. ഇനിയുമാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുത്തുള്ള റോയൽ ബേക്കറിയിലോട്ട് പോയി. അവിടുന്ന് അങ്ങനെ നമുക്ക് പറ്റുന്ന നല്ലൊരു കേക്ക് സെറ്റ് ചെയ്ത് മേടിച്ചിട്ട് അവിടുന്ന് ഇപ്പം നേരെ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. കേക്കൊക്കെ മേടിച്ചുകൊണ്ട് നേരെ ഞാൻ പോയത് ഡാമിൻ്റെ അടുത്തോട്ടാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുത്തിരിക്കുന്ന ഈ ഒരു ഡാമിൻ്റെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് കേക്ക് മുറിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. ഈ മണലുണ്ടായിരുന്ന ഭാഗത്ത് ഞാൻ നിൽക്കുന്നിടം വരെ വെള്ളം കയറി കിടന്നതാണ്. നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ നിൽക്കുന്നിടം വരെ വെള്ളം കയറി കിടന്നതാണ്. വെള്ളം കൂടുതൽ വരുമ്പോൾ ഓവറായിട്ട് ഒഴുകി പോകുന്ന അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, ഇപ്പം വെള്ളമൊന്നും ഇല്ലാതിരിക്കുവാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനെ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തതല്ല. യൂട്യൂബിൽ അങ്ങനെ ഡെയിലി വ്ളോഗും ചലഞ്ച് വീഡിയോസും അതുപോലെ തന്നെ വണ്ടിക്ക് പെയിന്റ് അടിക്കുന്ന വീഡിയോയും നെയിം മീറ്റിംഗ് ചലഞ്ചും ഇടയ്ക്കൊക്കെ എനിക്കങ്ങനെ വണ്ടി കൊണ്ട് ഓട്ടം കിട്ടുമായിരുന്നു. അങ്ങനെ ഓട്ടം പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് എനിക്കിപ്പം 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത്. ഇതിന് ആദ്യം തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുവാണ്, കൂടാതെ നിങ്ങളോടും. കാരണം നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ 10,000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. നിങ്ങളൊക്കെ വെറും ഒരു സബ്സ്ക്രൈബർ എന്നതിലുപരി നിങ്ങൾ തന്ന സ്നേഹമായിട്ടാണ് കേട്ടോ ഞാൻ ഓരോ സബ്സ്ക്രൈബറിനെയും കാണുന്നത്. അതുകൊണ്ട് ആദ്യം മുറിച്ച പീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുവാണ്. ഇങ്ങനെ എല്ലാവർക്കും തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ കേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. അമ്മയ്ക്കും കൊണ്ടുവന്ന് ഒരു പീസ് കേക്ക് കൊടുത്തു. എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയെന്നറിഞ്ഞപ്പം വീട്ടുകാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമായത്. പിന്നീട് ഡാമിൻ്റെ അവിടെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അവിടെ വെൽഡിങ്ങിനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ അവർക്കും കൊണ്ടുവന്ന് ഓരോ പീസ് കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തോട്ട് ചെന്നപ്പോഴാണ് ഈ 2 പയ്യന്മാരെ കണ്ടത്. അങ്ങനെ അവന്മാർക്കും കൊണ്ടുപോയി കൊടുത്തു കേക്ക്. അങ്ങനെ അവന്മാർ എന്നോട് യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അവിടെ വെച്ച് സബ്സ്ക്രൈബും ചെയ്തു. പിന്നീട് അതുവഴി വന്നതാണ്ട് ഈ ഒരു ചേച്ചിക്കും കൊടുത്തു കേക്ക്. അങ്ങനെ ബാക്കി വന്നേക്കുന്ന കേക്ക് എല്ലാം ഓരോരുത്തർക്കായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എൻ്റെ ഈ ഒരു വലിയ സന്തോഷത്തിൽ ഞാൻ എല്ലാവരെയും പങ്കുകൊള്ളിച്ചു. ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പോരാത്തതിന് പുതിയതായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.